ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ 22ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇതുവരെ കൂടിയ എല്ലാ വീഡിയോ കണ്ടവർക്കും 1000 നന്ദി അറിയിച്ചു കൊള്ളട്ടെ. എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലാത്ത പക്ഷം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. ആദ്യം തന്നെ നമ്മുടെ ഇന്നലത്തെ ആദില നൂറിൻ്റെ പ്രശ്നത്തിൽ നിന്ന് വരാം. അവരിന്നലെ കരഞ്ഞത് നമ്മുടെ അക്ബറിൻ്റെ ഉമ്മ ഇവരെക്കുറിച്ച് പിന്നെ ഇവരുടെ കൂടി സംസാരിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ്. അതിന്ന് അക്ബറിനോട് ചോദിക്കാനിടയായി. അക്ബർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ കേട്ടില്ലല്ലോ. അപ്പം ആദില നൂറ പറയുന്നുണ്ട്, നമ്മുടെ ശാരിക ചേച്ചിയും ബാക്കി പലരും കേട്ടിട്ടുണ്ട്, അങ്ങനെ സംസാരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബർ പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ള രീതിയിൽ. അതവിടെ കഴിഞ്ഞു. പിന്നെ രാവിലെ തന്നെ നടക്കുന്നത് ഒരു കോൾഡ് വാറാണ്. നമ്മുടെ അനുമോളും നെവിനും തമ്മിൽ പഞ്ചസാരയെ ചൊല്ലി. അതിൻ്റെ അകത്ത് 100% അനുമോളുടെ ഭാഗത്ത് തന്നെയാണ് ശരി. പിന്നെ നമ്മുടെ നെവിൻ ആവശ്യത്തിലധികം ഷുഗർ കഴിക്കുന്നുണ്ട്. അപ്പം നെവിനെ എന്തെങ്കിലും ഒരു എതിർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരന് സഹിക്കില്ല. അപ്പോൾ അവിടെ രണ്ടുപേരും ട്രിഗർ ആവുന്നുണ്ട്. ആ കോൾഡ് വാർ അങ്ങനെ പോകുന്നു. അതിനുശേഷം നമ്മുടെ അക്ബറും ഷാനവാസുമുള്ള കോൾഡ് വാർ തുടങ്ങി. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ കുറച്ച് പേര് മാത്രം യോഗട്ട് എടുത്ത് കഴിക്കുന്നു. അപ്പോൾ അനീഷ് അതിനെക്കുറിച്ച് പറഞ്ഞു, ഞാനും കൂടെയും പണിപ്പുരെ പോയി എടുത്ത് കൊണ്ടുവന്ന യോഗട്ടാണ്, ഇതെന്താ എനിക്ക് കിട്ടാത്തത്? അങ്ങനെ പലതും ഹണിയും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണ് പലർക്കും കിട്ടാതെ ഇതെല്ലാവരും എടുത്ത് കഴിക്കുന്നതെന്ന് പറയുന്നു. അത് വളരെ വാലിഡാണ്. അവിടെ ലിമിറ്റഡ് ഫുഡാണ് ബിഗ് ബോസിൽ കിട്ടുന്നത്, അതുകൊണ്ട് അനീഷിന് അത് കിട്ടണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനുശേഷം അക്ബർ ഏറ്റെടുത്തു, അത് ശരിയാണല്ലോ, എല്ലാവർക്കും കൊടുക്കാതെ നിങ്ങൾ കഴിച്ചാൽ എങ്ങനെ ശരിയാവുമെന്ന്. അപ്പോൾ ഷാനവാസ് ഒരു മറുപടി പറയുന്നുണ്ട്, ഞാൻ ആദ്യമൊക്കെ ചോദിക്കുമായിരുന്നു, ഇപ്പോൾ ചോദിക്കുന്നില്ല, കിട്ടിയത് മേടിച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഏത് സമയം ഷാനവാസിന് പല ന്യായങ്ങളാണ്. ഷാനവാസിന് എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലും പറയും, ഇപ്പോൾ പുള്ളിക്കാരൻ കിട്ടിയപ്പോൾ വേറൊരു ന്യായം കൊണ്ട് ഷാനവാസ് വരികയായിരുന്നു ചെയ്തത്. അത് അക്ബർ ഉയർത്തിക്കാട്ടി. അവർ തമ്മിലൊരു ക്ലാഷ് ആവുന്നു. അവർ ഓൾറെഡി ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. അതിനുശേഷം നടന്നത് അപ്പാണി ക്യാപ്റ്റനായി. അപ്പാണി ക്യാപ്റ്റനായിട്ട് എന്താണ് എന്നറിയത്തില്ല, അപ്പാണിൻ്റെ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് പോകുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് മാത്രം ഫീൽ ചെയ്യുന്നതാണോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അതെന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പ്രീതിപ്പെടുത്താനാണ് ഇപ്പോൾ അപ്പാനി നോക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിൽ വന്ന ആ ക്യാരക്ടറൊന്നും അല്ല. എല്ലാവരെയും പ്രീതിപ്പെടുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ടാക്ടിക്സ് ആയിരിക്കാം, അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അത് അപ്പാണിക്ക് തന്നെ ദോഷം ചെയ്യും. അതെനിക്ക് കാണുമ്പം പുള്ളി അല്ലാത്തൊരു ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. പിന്നെ കൂടാതെ ക്യാപ്റ്റൻ ആയതിനു ശേഷം ഫസ്റ്റ് ടാസ്ക് നടത്തിയതിന് ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ബിഗ് ബോസ് അത് ആ ടാസ്ക് നടത്താൻ ഡിലേ ആയി, അവിടെ എല്ലാവരെയും കൊണ്ടുവരാൻ ഡിലേ ആയതുകൊണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് വാൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയും സംഭവിച്ചു. അതിനുശേഷം സ്വേച്ഛാധിപതിൻ്റെ ആദ്യത്തെ ടാസ്ക് നടന്നു. അതിൻ്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് 16 പേർക്കും അവസരങ്ങളുണ്ട്. ഓരോരുത്തരായി പോയി നിന്നിട്ട് അവരോട് ഈ ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ഒരു ചോദ്യം ചോദിക്കും, അതിന് കറക്റ്റ് ഉത്തരം പറയുക. അങ്ങനെ അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും നല്ല കറക്റ്റ് ഉത്തരം പറഞ്ഞ് 6 പേരെ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായി. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 6 പേരെ സെലക്ട് ചെയ്തവരിൽ അത് നല്ല രീതിയിലല്ല സെലക്ട് ചെയ്തേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും 6 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ ശൈത്യ, അനുമോള്, നമ്മുടെ അഭിലാഷ്, ഒനീൽ, നെവിന്, ജിസേൽ എന്നിവരായിരുന്നു. അവരാണ് സെക്കൻഡ് ടാസ്കിലേക്ക് വന്നത്. സെക്കൻഡ് ടാസ്കിലേക്ക് വന്നപ്പം 2 ടീമായിട്ട് തിരിക്കാൻ പറഞ്ഞു. അപ്പം ജിസേലും നെവിനും ഒനീലുമാണ് ഒരു ടീമായത്. നമ്മുടെ ശൈത്യ, അനുമോൾ, അഭിലാഷ് ഒരു ടീമായി. അങ്ങനെ 2 ടീമായപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വിചാരിച്ചു എന്തെങ്കിലും ഗ്രൂപ്പ് ടാസ്ക് ആയിരിക്കും, അതുകൊണ്ട് ഇവർ നല്ല രീതിയിൽ ടീമൊക്കെ ആയി നിന്നു. അപ്പോൾ ബിഗ് ബോസ് നേരെ ഒരു പണി മാറ്റി പിടിച്ചു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിൽ ഒരാളെ പുറത്താക്കുക, അതായത് ഓരോ ടീമിൽ നിന്നും ഒരാളെ പുറത്താക്കുക. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഡിസ്കഷൻ തുടങ്ങി. എവിടെ എത്തിയില്ല, അപ്പം തന്നെ ബസർ അടിച്ചു. അപ്പം പുറത്തുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അവർ സെലക്ട് ചെയ്തത് അനുമോളെയും നമ്മുടെ ഒനീലിനെയാണ്. അവരുടെ ഫോട്ടോ കത്തിക്കലായിരുന്നു ടാസ്ക്. അങ്ങനെ ഒനീലിൻ്റെ ഫോട്ടോ കത്തിച്ചു. ഒനീൽ നോക്കി നിന്നു. ബാക്കി 2 പേരും അടുത്ത റൗണ്ടിലേക്ക് ഇന്നായി. അതിനുശേഷം അടുത്ത ടീമിൻ്റെ അകത്തുണ്ടായിരുന്ന അഭിലാഷ്, ശൈത്യ, അനുമോൾ, ഇവരിൽ നിന്ന് ഒരാളുടെ ഫോട്ടോ എടുത്തത് അനുമോളുടെയാണ്. അനുമോളിന് സങ്കടം വന്നു. പിന്നെ അനുമോളുടെ, അതായത് മിക്കവാറും ടാസ്ക് മുന്നോട്ട് പോകുമെന്നായിരിക്കും പുള്ളിക്കാർ വിചാരിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് നിർഭാഗ്യവശാൽ എല്ലാവരും കൂടെ സെലക്ട് ചെയ്തത് അനുമോളെയാണ്. അനുമോളുടെ ഫോട്ടോ കത്തിക്കാൻ നോക്കിയപ്പോഴേക്കും അനുമോൾ പൊട്ടിക്കരയാൻ തുടങ്ങി ആസ് യൂഷ്വൽ. പിന്നെ ഇതുവരെയായിട്ട് എൻ്റെ ഫോട്ടോ കത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബേസ്റ്റായി നിൽക്കുന്ന അനുമോളോട് പിന്നെ ആരും പറഞ്ഞു ഇത് കരളക്കരച്ചിലാണെന്നുള്ള രീതിയിലും പിന്നെ അഭിനയിക്കുകയാണെന്നൊക്കെ രീതിയിലൊക്കെ പറഞ്ഞേക്കും പുള്ളിക്കാരി ഫയറായി. ഇവർ തമ്മിലൊരു കോൾഡ് വാർ ഓൾറെഡി നടക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ. ചിലപ്പോൾ ഇവർ ചക്കര അടയൊക്കെയാണ്, അതെന്താണ് എന്നറിയത്തില്ല. അങ്ങനെ ബെസ്റ്റായി. അത് ആസ് യൂഷ്വലാണ്, അനുമോളുടെ ക്യാരക്ടറാണ്. എനിക്ക് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ചിരി വന്നു. അത് ഓരോരുത്തർ എടുക്കുന്നതാണ്. അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ളൊരു മനസ്സായിരിക്കും അനുമോളുടെ, മേ ബി അതായിരിക്കാം. അങ്ങനെ അത് കഴിഞ്ഞു. അങ്ങനെ ഫൈനൽ ടാസ്കിലേക്ക് എത്തി. ഫൈനൽ ടാസ്കിൽ എനിക്കൊരു എന്താ പറയുക,
ഒരു ഭാഗത്തിന് ഫേവർ ചെയ്തതുപോലെ തന്നെ എനിക്ക് തോന്നി. അതിനുള്ള റീസണും എനിക്ക് തോന്നുന്നത് അത് പിന്നെ വടംവലിയായിരുന്നു. അതിനുള്ള റീസണും എനിക്ക് തോന്നുന്നത് ഇന്ന ടീം വന്നിട്ടുണ്ടെങ്കിൽ ഈ ആഴ്ച അത്ര രസകരമാവില്ല എന്ന് ബിഗ് ബോസിനടക്കം തോന്നി കാണും. അതുകൊണ്ട് തന്നെ ഇവർ ജയിക്കും എന്നുള്ള രീതിയിൽ നടക്കിയൊരു ടാസ്ക് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് വടംവലി നടത്തുന്നത് ഒന്നിൻ്റെ അകത്ത് അഭിലാഷും ശൈത്യം, മറ്റേതിൻ്റെ അകത്ത് ഗടാഗടിയന്മാരായ ജിസയിലും നെവിനും. സോ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ജയിച്ചു എന്ന് പറയുന്ന പോലെ ബെസ്റ്റ് ഓഫ് 3 ആയിരുന്നു. ആദ്യത്തെ റൗണ്ടിൽ തന്നെ ജിസയിലും നെവിനും ജയിച്ചു. അങ്ങനെ സ്വേച്ഛാധിപതികളായി ഇവർ രണ്ടുപേരും വാഴാൻ തുടങ്ങി. അതിന് പിന്നെ മാനദണ്ഡങ്ങൾ ബിഗ് ബോസ് പറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർക്ക് കാത്തു നിൽക്കാനൊന്നും പറ്റിയില്ല. നെവിനും ജിസയിലും കൂടെ പരിപാടി തുടങ്ങി. അതിൻ്റെ ഇടയിൽ നമ്മുടെ എവിക്ഷനുള്ള നോമിനേഷൻ നടന്നു. ഈ സ്വേച്ഛാധിപതികൾക്ക് ഒരു അവസരമുണ്ട്. അവരെ ആരെയും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവർക്ക് ഒരാളെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇടാം. അത് നമ്മുടെ ആദില നൂറേനെ ഇട്ടു. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ഇപ്പോൾ സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. അതിന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ സ്പ്ലിറ്റായി. കൂടാതെ ഒരു കാര്യം കൂടെ ബിഗ് ബോസ് പറഞ്ഞു, ആര്യൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുവെക്കണം. കാര്യം ഇന്നലെ ലാലേട്ടൻ വന്ന് ബാൻഡ് എടുത്ത് കൊണ്ടുപോയതുകൊണ്ട്. ആ കാര്യം ആ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സ്പ്ലിറ്റായി. നമ്മുടെ ആദില അങ്ങനെ ഡയറക്റ്റ് നോമിനേറ്റ് ആയി. അപ്പം ഡയറക്റ്റ് നോമിനേറ്റ് ആയ പിന്നെ ബാക്കി 2 പേര് എന്ന് പറയുന്നത് ആര്യനും അഭിലാഷുമാണ്. അപ്പോൾ ഇവരുടെ കൂടെ 3 പേരായി. ഓക്കെ. ഇനി അതിനുശേഷം പിന്നെ സ്വേച്ഛാധിപതികൾക്ക് കൊടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവർക്ക് 7 പേർക്കാണ് ഇപ്രാവശ്യം പിന്നെ വേറെ ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 7 പേരെ ഇവർക്ക് സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ നെവിനും ജിസയിലിനും. ആ 7 പേര് എന്ന് പറയുന്നത് 1 അനീഷ്, അക്ബർ, ഷാനവാസ്, ബിന്നി, ആര്യൻ, രേന ഫാത്തിമ, ഒനീൽ എന്നിവരായിരുന്നു. അവർ സെലക്ട് ചെയ്തിട്ട് നോമിനേഷനിലേക്ക് വന്നവർ നൂറയുണ്ട്. നൂറ 2 സ്പ്ലിറ്റ് ആയല്ലോ. അതിൽ ഓൾറെഡി ഉണ്ട്. നൂറയുണ്ട്, പിന്നെ രേണുസുതി ഉണ്ട്, ഒനീലുണ്ട്, ബിന്നിയുണ്ട് അഡീഷണൽ ആയിട്ട് വന്നവർ. അങ്ങനെ 7 പേരാണ് ഈ ആഴ്ചത്തെ വീക്ക്ലി നോമിനേഷനിലേക്ക് വന്നത്. അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ ടാസ്ക് തുടങ്ങി. അതായത് നെവിനും പിന്നെ ജിസയിലും ഒക്കെ നല്ല രീതിയിൽ ടാസ്ക് തുടങ്ങി. രേന ഫാത്തിമ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യമൊക്കെ നമ്മുടെ അനുമോളിൻ്റെ ഭാഗത്തായിരുന്നു ശരി, രാവിലത്തെ ടാസ്കുകളൊക്കെ. പക്ഷേ ഇതൊരു ടാസ്ക്കാണ്. ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണ് നോക്കേണ്ടത്. ക്യാപ്റ്റനും പരമാവധി നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കിച്ചണിലെത്തുമ്പോഴേക്കും അനുമോൾ ഇത് പേഴ്സണലായിട്ട് എടുക്കുകയാണ്. ആ ടീമും പേഴ്സണലായിട്ട് എടുക്കുകയാണ്. അവിടുത്തെ പുതിയ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് രേണുസുതിയാണ്. പുള്ളിക്കാരിക്ക് ഇത് വലിയ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അനുമോൾ ഇത് പേഴ്സണലായിട്ട് എടുത്ത് ആ ടാസ്കിനെ കുളമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് കാണാനിടയായത്. പലരും പറയുമായിരിക്കും പിന്നെ അവരെ പിന്നെ എന്താ പറയുക കഷ്ടപ്പെടുത്തുന്നത് കണ്ടോ എന്ന്. പക്ഷേ ഇതൊരു ടാസ്കിൻ്റെ രീതിയിൽ എടുക്കണം. അതിനാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരിക്കുന്നത്. ആ ഗെയിമിനെ കുറച്ചും കൂടെ പേഴ്സണലായിട്ട് എടുക്കാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ലൊരു റിസൾട്ട് വന്നേനെ. പക്ഷേ പലരും ഉണ്ട്, അത് അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്, ഈ ഗെയിമിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഇവർ മുന്നേ ചെയ്തു വെച്ച ചെയ്തികൾ കൊണ്ട് പേഴ്സണലായിട്ട് എടുക്കും. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ അനുമോൾ എടുത്തിരിക്കുന്നത്. അത് മിക്കവാറും ലാലേട്ടൻ വന്ന് ഈ ആഴ്ച തിരുത്താനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. അത് അക്ബറും അവിടെ പറയുന്നുണ്ട്, ഇത് അവർക്ക് കിട്ടിയൊരു പിന്നെ അവർ നേടിയെടുത്തൊരു കാര്യമാണ്, അതിനെ നമ്മൾ ബഹുമാനിക്കണം. പക്ഷേ ഇവർ പേഴ്സണൽ വെഞ്ചൻസ് കൊണ്ട് എന്തോ അവർ ചെയ്യുന്നില്ല. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയുക.